ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 50ന്റെ റിവ്യൂ ആണ്. 50 എപ്പിസോഡുകൾ, 50 ദിനങ്ങൾ കണ്ടസ്റ്റൻസ് വിജയകരമായിട്ട് പൂർത്തീകരിച്ചിരിക്കുന്നു. അവരുടെ ആ ഒരു അച്ചീവ്മെൻറ്റിൽ നമുക്ക് ചില കയ്യടികളൊക്കെ കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു കുഞ്ഞ് ഡാർക്ക് ഇട്ട് തരികയാണ്. ഈ കഴിഞ്ഞ 50 ദിനങ്ങൾ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഗ്രോത്തിന് വേണ്ടി ചെയ്തു? എന്തെങ്കിലും മിസ്സാക്കിയിട്ടുണ്ടോ? നമ്മുടെ സമയം വേറെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി ചിലവാക്കേണ്ട ടൈം ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അവർ 50 ലക്ഷത്തിലേക്ക് 50 ദിവസം അടുത്തിരിക്കുന്നു. നമ്മൾ 50,000-ലേക്കെങ്കിലും 50 ദിവസം അടുത്തിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. അതേപോലെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യമുണ്ട്. സീസൺ 6 കണ്ടു തുടങ്ങിയതിൽ പിന്നെ സ്വഭാവത്തിലൊക്കെ ദേഷ്യം വല്ലാതെ വരുന്നു. അപ്പം അങ്ങനെയൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ റീതിങ്ക് ചെയ്യാനായിട്ടുള്ള സമയമാണ് നമുക്ക് ഈ 50th എപ്പിസോഡ്. 50th എപ്പിസോഡിൽ വലിയ കാര്യമായിട്ട് റിവ്യൂ ചെയ്യേണ്ട സംഗതികളൊന്നും ഉണ്ടായിരുന്നില്ല. അനിവാര്യമായിട്ടുള്ള ചില ബോറടിപ്പിക്കൽ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തിരി വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ ഉണ്ട്. 50 ദിവസങ്ങൾ പിന്നിട്ടതല്ലേ, അപ്പോൾ കണ്ടസ്റ്റൻസിന് അവരുടെ വീട്ടിൽ നിന്നുള്ള ഗിഫ്റ്റുകളൊക്കെ വന്നിരുന്നു. അപ്പോൾ അതെല്ലാം വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഗിഫ്റ്റുകളാണ്. അപ്പോൾ ഓരോ ആളുകളുടെ ഗിഫ്റ്റുകൾ നിങ്ങൾ എപ്പിസോഡിൽ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒന്ന് എടുത്ത് കണ്ടു നോക്കുക. ഓരോ ആളുകളുടെയും ഗിഫ്റ്റുകൾ വളരെ വ്യത്യസ്തമാണ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഭിഷേക് ജയദീപിന് കിട്ടിയ അമ്മയുടെ ഒരു കത്തായിരുന്നു. അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി, സെക്ഷൽ ഓറിയന്റേഷൻ, ആ പറയുന്ന കാര്യങ്ങളിൽ വീട്ടുകാരുടെ ഒരു സമീപനമൊക്കെ ആ ഒരു കത്തിൽ വളരെ വ്യക്തമായിരുന്നു. വളരെ സ്നേഹത്തോടെ അവർ ആ ഒരു മകനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. വൈകാരികമായിട്ടുള്ള ചില നിമിഷങ്ങൾ. അതേപോലെ ഒത്തിരിയധികം ഗിഫ്റ്റുകളൊക്കെ ഉണ്ട്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഗിഫ്റ്റ് എനിക്ക് ഫീൽ ചെയ്തത് ശ്രീധുവിൻ്റെ അമ്മ അയച്ച ഒരു ബൊമ്മ കുട്ടിയായിരുന്നു. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. വേറെ കത്തും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാ ആൾക്കാരും അതിവൈകാരികമായിട്ട് തന്നെയാണ് അതിനെ സമീപിക്കുന്നത്. ഇതിനുശേഷം ബിഗ് ബോസ് കാണുന്ന സാധാരണ പ്രേക്ഷകർ, നമ്മളെപ്പോലുള്ള പ്രേക്ഷകരുടെ ആശംസകൾ അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ എക്സ് കണ്ടസ്റ്റൻസിൻ്റെ ആശംസകൾ കാണിക്കുന്നുണ്ടായിരുന്നു. ഇതിനുശേഷം അനിവാര്യമായിട്ട് ചർച്ച ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുകയാണ്. ഒന്ന്, കിച്ചൺ ടീമിൻ്റെ ഒരു മോശം പെർഫോമൻസ്. അപ്പോൾ കിച്ചൺ ടീമിൽ ആരൊക്കെയാണുള്ളത്? ജിൻഡോ ഉണ്ട്, ജാസ്മിൻ ഉണ്ട്, അൻസിബ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് അൻസിബ മാത്രമാണ് കിച്ചണിൽ ആക്റ്റീവായിട്ട് ഈ കഴിഞ്ഞ ആഴ്ച വർക്ക് ചെയ്തത്. ബാക്കിയുള്ള രണ്ടാൾക്കാരും ഉഡായിപ്പായിരുന്നു. അതിൽ ജാസ്മിന് തീരെ വയ്യായിരുന്നു എന്നൊക്കെ പലതവണ പറയുന്നുണ്ട്. എന്നാലും അദ്ദേഹം ഗെയിം കളിക്കുന്നുണ്ട്. വേറെ ഒരു സമയത്തും അദ്ദേഹത്തിന് വയ്യാഴികയൊന്നുമില്ല. കിച്ചൺ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് മാത്രം അദ്ദേഹത്തിന് വയ്യ. കിച്ചൺ എന്ന് പറയുന്നതും കിച്ചണിലെ വർക്ക് എന്ന് പറയുന്നതും ഒരു ഗെയിമിൻ്റെ ഭാഗം തന്നെയാണ്. അതിനെക്കുറിച്ചിട്ട് ജാസ്മിൻ എന്തുകൊണ്ടോ മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ജയിൽ നോമിനേഷനൊക്കെ വരുന്ന സമയത്ത് മുഖത്ത് പലവിധ എക്സ്പ്രഷൻ ഇടാൻ വേണ്ടി ജാസ്മിൻ മുൻപന്തിയിലുണ്ട്. അപ്പോൾ ഈ പവർ റൂമിലേക്ക് കയറാൻ വേണ്ടി കളിക്കുന്ന ഗെയിമിനോട് ഒപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് വീട്ടിലെ ഡ്യൂട്ടികൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയുണ്ടായിരുന്നു. അപ്പോൾ അൻസിബ കറക്റ്റായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. ജാസ്മിൻ ഒരു 5 മിനിറ്റ് എന്ന് പറയും, വരില്ല. അപ്പോൾ ശ്രീധു ജാസ്മിനെ വിളിക്കാറുണ്ട് എന്ന് ശ്രീധു പറയുന്നുണ്ട്. കണ്ടസ്റ്റൻസ് എല്ലാ ആളുകളും ഒരേപോലെ അൻസിബയുടെ ഒരു കിച്ചൺ വർക്കിനെ കുറിച്ചിട്ട് പറയുകയാണ്. ഏതായാലും ബിഗ് ബോസ് ഈ തവണ അൻസിബയുടെ കിച്ചൺ വർക്കിനെ അപ്രിഷിയേറ്റ് ചെയ്ത് ഒരു ചെറിയ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുകയുണ്ടായി. ഒരു ഷെഫിൻ്റെ രൂപത്തിൽ അൻസിബയെ കാർബോർഡിൽ വെട്ടിയുണ്ടാക്കിയ ഒരു ഗിഫ്റ്റായിരുന്നു. പവർ ടീമിൻ്റെ പവറില്ലായ്മയെ കുറിച്ചിട്ട് ലാലേട്ടൻ ചോദ്യങ്ങൾ ഈ ആഴ്ചയും ചോദിച്ചു. അപ്പോൾ കിച്ചൺ ടീമിൻ്റെ ആ ഒരു മോശം പെർഫോമൻസിൽ എന്ത് പണിഷ്മെൻറ്റ് കൊടുത്തു എന്നുള്ള ചോദ്യത്തിന് മുട്ടക്കറി ഉണ്ടാക്കാൻ പറഞ്ഞു, മട്ടൻ കറി ഉണ്ടാക്കാൻ പറഞ്ഞു എന്നുള്ളതായിരുന്നു ശരണ്യയുടെ ഉത്തരം. അത് പണിഷ്മെൻ്റ് അല്ല, അവരുടെ ഡ്യൂട്ടി അല്ലേ എന്നുള്ളത് ലാലേട്ടൻ ചോദിച്ചു. അപ്പോൾ അത് ന്യായമാണ്. ശരണ്യൊക്കെ ഭയങ്കര വീക്കായിരുന്നു പവർ ടീം എന്ന് പറയുന്ന കാര്യത്തിൽ ഈ ആഴ്ച. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ പേടി കുടുങ്ങിയതായിരിക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഏതായാലും പവർ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ഗെയിമൊന്നും ഈ ആഴ്ച ഉണ്ടായില്ല. എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യാൻ വേണ്ടിയുള്ള ഈ പവർ റൂം ചലഞ്ചുമായി ബന്ധപ്പെട്ട പരിപാടിയിലായിരുന്നു അവരുടെ ഫോക്കസ് മുഴുവനും. പിന്നെ മറ്റേ ഡയറക്റ്റ് നോമിനേഷൻ. ഇന്ന് ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്ത ഒരു കണ്ടസ്റ്റൻറ്റ് നോറയാണ്. അപ്പോൾ നോറ ജാസ്മിനെ കുറിച്ചിട്ടും ജിൻഡോനെ കുറിച്ചിട്ടും ഒക്കെ അടിച്ചങ്ങോട്ട് വിടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഹൈജീനെ കുറിച്ചിട്ട് വലിയ ആകുലതയുള്ള ജിൻഡോയുടെ അണ്ടർവെയർ കിച്ചണിൽ നിന്ന് കിട്ടി എന്നുള്ള ഒരു പ്രഖ്യാപനം നോറ നടത്തുകയുണ്ടായി. അപ്പം രായാവിൻ്റെ കൗഹീനമല്ലേടോ, അത് പ്രശ്നമില്ല എന്നൊക്കെ PR ചാനലുകാർ വാഴ്ത്തി പാടുമായിരിക്കും. എന്നാലും ജിൻഡോയുടെ വൃത്തി പ്രസിദ്ധമാണ്. ഇപ്പോൾ ജാസ്മിനോട് ഒപ്പം വരില്ല എന്നുണ്ടെങ്കിലും ജിൻഡോയുടെ വൃത്തി വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ ഈ കേസിനകത്തൊരു പ്രത്യേകത ഉണ്ട്. ഇതേപോലെ ഒരു വസ്ത്രം, പൊതിഞ്ഞു വെച്ച വസ്ത്രം ലിവിങ് റൂമിൽ കണ്ടതിന് വലിയ വിഷയമുണ്ടാക്കിയ വ്യക്തിയാണ് ജിൻഡോ. അപ്പോൾ ആ ഒരു ജിൻഡോടെയാണ് കിച്ചണിലിരിക്കുന്നത്. അതേപോലെ ജിൻഡോ ഒരു ദിവസം ബാത്റൂം കഴുകുന്ന ചൂല് കറിക്കത്തിക്ക് കെട്ടിയാൻ വന്ന കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ നമുക്കറിയാവുന്നതാണ്. പല മത്സരാർത്ഥികളിലേക്കും ക്യാമറ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ധാരാളം വിഷ്വലുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. നോറ പറഞ്ഞതുകൊണ്ടും അത് ജിൻഡോടേതായതുകൊണ്ടും വലിയ പ്രശ്നമായിട്ട് അത് മാറിയില്ല. നോറ ഇന്ന് പെർഫോം ചെയ്ത സമയത്ത് എനിക്ക് ജാസ്മിന് പറ്റിയ ഒരു എതിരാളിയായിട്ട് നോറയെ തോന്നി. നോറയ്ക്ക് കുറേയധികം മാറ്റങ്ങളുണ്ട്. ബിഗ് ബോസിൽ വന്നതിന് ശേഷമുള്ള മാറ്റങ്ങളുടെ കൂടെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ റൈറ്റാണ്.
നോറ ഇപ്പോൾ ചുമ്മാ കരയുന്നൊന്നുമില്ല, ഭയങ്കര പവർഫുള്ളാണ്. എങ്ങനെ അങ്ങനെ മാറി എന്നുള്ളത് എനിക്കറിയില്ല, ഭയങ്കര അത്ഭുതമാണത്. ശരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ ജാസ്മിൻ ഒന്നും അല്ലാതായി പോകുന്ന ചില സാഹചര്യങ്ങളൊക്കെ കാണുകയുണ്ടായി. ഏതായാലും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ജിൻഡോ ആൻഡ് ജാസ്മിനെ വീണ്ടും കിച്ചൺ ടീമിൽ ഇടണം, ഒന്നിച്ചിടണം എന്നുള്ളൊരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവരെ അറിയിക്കുകയുണ്ടായി. ഇതിൻ്റെ കൂടെ തന്നെ ജാസ്മിൻ ആൻഡ് ജിൻഡോ ജയിലിൽ ഉണ്ടാക്കിയ ചില പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ലാലേട്ടൻ ചോദിക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു പ്രശ്നത്തെ കുറിച്ചിട്ട് നമുക്കറിയാവുന്നതാണ്. ഇട കിട്ടിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട കിട്ടിയില്ല. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ജിൻഡോ സിഗരറ്റ് വലിച്ച കാര്യത്തെക്കുറിച്ചിട്ടും ചോദിക്കുന്നു. അപ്പോൾ സിഗരറ്റ് വലിച്ചോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ജിൻഡോ വലിച്ചില്ല എന്ന് പറയുന്നു. പക്ഷേ ആ കുറ്റി ജിൻഡോയുടേതാണ്, അല്ലാതെ വേറെ ഒരാളുടേതും അതിനകത്ത് വരാൻ സാധ്യതയില്ല. അതും ഇന്നലത്തെ മുടിയെ പിടിക്കുന്ന സംഭവം പോലെ തന്നെ ആവിയായിട്ട് പോയൊരു ഡിസ്കഷൻ ആയിരുന്നു. വലിച്ചോ വലിച്ചില്ല, വലിക്കല്ലേ കേട്ടോ. ഇതിനുശേഷം വന്ന വഴി മറക്കാതിരിക്കാൻ വരുന്ന സമയത്ത് കൊടുത്ത വാഗ്ദാനങ്ങൾ കണ്ടസ്റ്റൻസിൽ ഓരോ ആളുകളെയും എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. ഇതിനകത്ത് പല ആളുകളുടെയും ഗംഭീര വിറ്റായിരുന്നു. ഇപ്പം ചില ആളുകൾ വളരെ ഒറിജിനലായിട്ട് നോർമലായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പം ഋഷി വളരെ ഒറിജിനലായിട്ട് നോർമലായിട്ട് സംസാരിച്ചൊരു വ്യക്തിയാണ്. അർജുൻ വളരെ നോർമലായിട്ട് സംസാരിച്ചു എന്ന് എനിക്ക് തോന്നിയ വ്യക്തിയാണ്. ജാസ്മിൻ വളരെ നോർമലായിട്ട് ഒറിജിനലായിട്ട് സംസാരിച്ചൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ആർട്ടിഫിഷ്യാലിറ്റിയുടെ അങ്ങേറ്റമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അഭിഷേക്, ശ്രീകുമാറും പിന്നെ സായി കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, നന്ദനയൊക്കെ ആയിരുന്നു. ഏതായാലും അഭിഷേകിനെ മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുള്ള ഭീഷണിയുടെ സമയത്ത് ചിരിച്ചു മറിഞ്ഞു കണ്ടസ്റ്റൻസും, അതേപോലെ തന്നെ പ്രേക്ഷകരും. അത് ഗംഭീരമായിരുന്നു. ഈ അഭിഷേകാണ് സീസൺ 6 ആകെ മാറ്റിപ്പിടിച്ച ഒരാൾ. സീസൺ 6 മാറ്റി പിടിക്കാൻ പറ്റിയില്ല, കണ്ടസ്റ്റൻസിന് മാറ്റി പിടിക്കാൻ പറ്റിയില്ല, ലാലേട്ടനെ പറച്ചിലല്ലാതെ ഒന്നും മാറ്റി പിടിക്കാൻ പറ്റിയില്ല. പക്ഷെ അഭിഷേക് ശ്രീകുമാർ മാറ്റി പിടിച്ചു. അദ്ദേഹം അവിടെ നിന്ന് പോരുന്ന സമയത്ത് മറ്റേ മുയൽ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത ഓഫറുകളെല്ലാം ഇവിടെ വന്നപ്പോഴത്തേന് മാറ്റി പിടിച്ചു. അദ്ദേഹം ഇപ്പോൾ വളരെ ക്യൂട്ടായിട്ട് എല്ലാത്തിലും ഇടപെടുന്ന ഒരു ഹ്യൂമൻ ബീങ് ആണ്. അപ്പോൾ അഭിഷേക് ശ്രീകുമാറും അഭിഷേക് ജയദീപും കൂടെ പുറത്ത് വെച്ച് കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. തമ്മിൽ തല്ലാനാണോ എന്നുള്ളത് അറിയില്ല, സൗഹൃദമായിരിക്കാം ഉദ്ദേശിക്കുന്നത്. അതേപോലെ അഭിഷേക് ജയദീപിന്റെ വീട്ടിൽ നിന്നൊക്കെ അക്സെപ്റ്റ് ചെയ്ത ആ ഒരു കത്തൊക്കെ വായിക്കുന്ന സമയത്തും അഭിഷേക് ശ്രീകുമാറിന് കുറച്ചൊരു തിരിച്ചറിവൊക്കെ വരുന്നുണ്ട്. മനുഷ്യന്മാരല്ലേ, മനുഷ്യനെ അംഗീകരിക്കാനായിട്ട് പഠിക്കട്ടെ ചങ്ങായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൊക്കെ ഇപ്പോഴും സജീവമാണ്. അപ്പോൾ അദ്ദേഹത്തെ കൂട്ടുകെട്ടിൽ നിന്ന് ഒഴിവാക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ നിന്നായിരുന്നു ആദ്യം ഒഴിവാക്കിയത്. ഇനിയിപ്പോൾ കൂട്ടുകാരെല്ലാം കൂടെ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുമോ എന്നുള്ളത് നമുക്കിനി കണ്ടറിയാം. ഇതിനുശേഷം കണ്ടസ്റ്റൻസിൽ ഓരോ ആളുകൾ അവർക്ക് വന്ന മാറ്റങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കും കുറേ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ട്. സായി ഒരു മനുഷ്യനായി മാറി എന്നുള്ളതാണ് സായി പറയുന്നത്. ചില ആളുകളുടെ ദേഷ്യമൊക്കെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം മുഴുവനായിട്ട് എഴുതി വെക്കാനായിട്ട് തോന്നില്ല, അതിനുള്ള സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. ഡെയിലി നമ്മൾ കേൾക്കുന്നതാണല്ലോ, ഡെയിലി കേൾക്കുന്ന തള്ളുകളൊക്കെ ആയിരുന്നു ഇന്നും ഉണ്ടായിരുന്നത്. ഇതിനുശേഷം എവിക്ഷൻ ആയിരുന്നു. ഇന്നലെ ജാസ്മിൻ, ജിൻഡോ അടക്കമുള്ള കുറേയധികം ആളുകൾ അവിടെ ബാക്കി വെച്ചിരുന്നു. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് സേവ് ആവാനായിട്ട് ഇന്ന് ബിഗ് ബോസ് അറേഞ്ച് ചെയ്തത് പവർ ടീം ഹാരമിട്ട് കൊടുക്കട്ടെ എന്നുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ സേവ് ആവേണ്ട ആൾക്ക് പവർ ടീം ഹാര് വിടുകയാണ്. അവർക്ക് ഓൾറെഡി ആരെയാണ് സേവ് ആക്കേണ്ടതെന്നുള്ള കാർഡ് വന്നിട്ടുണ്ട്. അങ്ങനെ സേവ് ആക്കി പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് കണ്ടസ്റ്റൻസ് അകത്തേക്ക് പോകുന്നു. അഭിഷേക് ജയദീപ് ഒറ്റയ്ക്കാവുന്നു. അവസാനം വന്നത് അഭിഷേക് ജയദീപും ജാസ്മിനുമാണ്. അപ്പം ഗബ്രി ജാസ്മിനെ ഹാരമിട്ട് സ്വീകരിച്ച് ആന നയിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ജയദീപിന് കുഴപ്പമൊന്നുമില്ല, ആൾ ഹാപ്പിയാണ്, ആൾ വർക്കിംഗ് ആണ്. അപ്പോൾ ആൾ മീഡിയ ഫീൽഡുമായിട്ടൊന്നും അങ്ങനെ ഡയറക്റ്റ്ലി കണക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജോലിയിലേക്ക് അദ്ദേഹം തിരിച്ചു പോകാനായിട്ട് റെഡി ആയിരിക്കാം. വളരെ ഹാപ്പി ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് അദ്ദേഹം ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോയത് എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. അതേപോലെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല പെട്ടിയെടുത്ത് ഇങ്ങടേക്ക് വരല്ലേ, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലമൊന്നുമല്ല. സത്യമായിട്ടും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലമേ അല്ല എന്നുള്ളതിനെ കുറിച്ചിട്ട് എക്സ് കണ്ടസ്റ്റൻസും അതേപോലെ തന്നെ പല ആളുകളും പറയുന്നത് വളരെ ശരിയാണ്. ഇപ്പം ഈ റിവ്യൂ പറയുന്നത് പോലെയുള്ള സിമ്പിൾ പരിപാടിയൊന്നും അല്ല അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവ്യൂ പറയുന്നത് നമ്മളൊരു ഗെയിമിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ജീവിക്കണം. വീട്ടിൽ ഒരാളോട് വഴക്കുണ്ടാക്കിയാൽ തന്നെ എത്ര കഷ്ടപ്പെട്ടാണ് നമ്മൾ ആ ഒരു നിമിഷങ്ങൾ മുന്നോട്ടേക്ക് തള്ളി നീക്കുന്നത്. അപ്പോൾ അത്രയധികം ആളുകൾ തങ്ങൾക്കെതിരെ ഗെയിം കളിക്കുന്ന സമയത്ത്, കുറേയധികം ആളുകൾ തങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത്, ഇനിയിപ്പോൾ ആളുകൾ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഒരു സമയത്തൊക്കെ നമ്മളിത് സഹിച്ച് മുന്നോട്ടേക്ക് പോകുക എന്ന് പറയുന്നത് ഒരു ചെറിയ ടാസ്ക് ഒന്നുമല്ല. അത് മാനസികമായിട്ട് തളർത്തുന്ന ഒരു ടാസ്ക് തന്നെയാണ്. പിന്നെ ലൈഫ്, പല ആളുകൾക്കും ഇതിന് ശേഷം വളരെ മോശമായിട്ടുള്ള ജീവിതമൊക്കെ ഉണ്ടായതായിട്ട് അറിയാനായിട്ട് കഴിഞ്ഞു. പിന്നെ ഇതൊക്കെ ഉപയോഗിക്കാൻ അറിയാവുന്നവൻ പോയിട്ടേ കാര്യമുള്ളൂ. പ്രശസ്തിയൊക്കെ കിട്ടി, പക്ഷെ ഉപയോഗിക്കാൻ അറിയണ്ടേ. 10 ഉദ്ഘാടനം ചെയ്യാനായിട്ടുള്ള സെറ്റപ്പ് വേണം, 10 റീൽ ഇടാനായിട്ട്, നമ്മുടെ റോക്കി ബായ് ഇന്നലെ ഇട്ടത് കൂട്ടുള്ള റീൽ ഇടാനായിട്ടുള്ള തൊലിക്കെട്ടി വേണം. അപ്പോൾ അതൊക്കെ ഉള്ള ആൾക്കാർ പോയിട്ടേ കാര്യമുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.